അനന്തപുരിയിലേക്ക് മരുമകളായി എത്തിയ അനാമിക ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്റെ അപ്പനുണ്ടാക്കിയ വലിയ കടബാധ്യതകളൊക്കെ അനന്തപുരിക്കാരെ കബളിപ്പിച്ച് വീട്ടിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നെങ്കിലും അപ്പനും അമ്മയും മകളും കൂടി അതിനെയെല്ലാം അതിവിദഗ്ധമായ രീതിയിൽ നേരിട്ടുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്നു. എന്നാൽ അനാമികയുടെയും വേണുവിന്റെയും ചിന്താഗതികളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ കെണികൾ അവർക്കെതിരെ അനന്തപുരിയിൽ തന്നെ വെളിപ്പെടുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനന്തപുരി വീട്ടിൽ അനാമികയെ ഏറ്റവും അധികം സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത് സ്വന്തം അമ്മായിയമ്മയേക്കാൾ അധികം ദേവയാനിയായിരുന്നു. അങ്ങനെയുള്ള അകമഴിഞ്ഞ സഹായങ്ങളും കരുതലുമൊക്കെ അനാമികയ്ക്ക് ദേവയാനി കൊടുക്കുവാനുള്ള കാരണം ഒരു വിധത്തിൽ നയനയോടുള്ള പക തന്നെയായിരുന്നു. തന്റെ മരുമകൾക്ക് അമ്മായിയമ്മ ഏതു തരത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ആയിരുന്നു പങ്കിട്ട് കൊടുക്കുവാൻ വെച്ചിരുന്നത്. ഇതൊക്കെ അനാമിക കാണട്ടെ, കണ്ട് മാനസികമായി അവൾ തകരട്ടെ, ഇതൊക്കെയായിരുന്നു ദേവയാനിയുടെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ദേവയാനി അനാമികയെ അത്രമാത്രം സപ്പോർട്ട് ചെയ്യുകയും സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തത്. എങ്കിലും ദേവയാനിയുടെ ഹൃദയം കളങ്കമില്ലാത്തതാണ്. സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും, അപ്പോൾ തന്നെ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അത് അതിന്റെ എക്സ്ട്രീം ലെവലിൽ വെളിപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്നും നയനയായിരുന്നു ശരിയെന്നും ദേവയാനി തിരിച്ചറിയുന്നതിന്റെ പിന്നാലെ അനാമികയുടെ തനി സ്വരൂപം എന്താണെന്ന് കൂടി താൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അടിക്കുമ്പോൾ ഒറ്റ അടി അടിക്കുക, അതോടുകൂടി എല്ലാം കൂടി തീർക്കുക, ഇതിനുവേണ്ടി ദേവയാനി എല്ലാം കരുതി വെച്ചിരിക്കുകയാണ്. നയനയോട് വെറുപ്പുണ്ടായിരുന്നപ്പോൾ അപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരുന്ന ദേവയാനി അനാമികയുടെ വിഷയത്തിൽ വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു സമീപനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാതെ എല്ലാം ശേഖരിച്ചു വെക്കുകയാണ്. എന്നുവെച്ചാൽ പഴുതടച്ചുള്ള ഒറ്റ ആക്രമണം കൊണ്ട് എല്ലാം ഒരുമിച്ച് അവസാനിപ്പിക്കുക, അതിനുള്ള കോപ്പ് കൂട്ടുകയാണ്. അപ്പോൾ തന്നെ മറുവശത്ത് അനാമിക ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി നാനാവഴിക്കൊന്നും ഒരുമിച്ചെത്തും എന്ന് പറയുന്നത് പോലെയാണ് അനാമികയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാലമോഷണം, 50 ലക്ഷം രൂപയുടെ മോഷണം, പാലിൽ വിഷം കലർത്തൽ, കള്ളഗർഭം, ഇതെല്ലാം കൂടി അന്വേഷിക്കുവാൻ ദേവയാനിയും നവ്യയും മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ആദ്യ ഭർത്താവ് 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അന്ത്യശാസനം നൽകി കാത്തിരിക്കുന്നു. അതിനിടയിൽ കള്ളനോട്ട് കേസിൽ വേണു പിടിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാം കൊണ്ടും അനാമികയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് പിറന്നു വീണുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അനാമികയെ അങ്ങനെ വലിയ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും അങ്ങനെ കാര്യമായി മനസ്സ് വെക്കാതെ തൻ്റെതായിട്ടുള്ള ഒരു ലോകത്തിൽ സ്വസ്ഥതയും സമാധാനവും തേടി അനി യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അനാമികയുടെ പിന്നാലെ നടക്കാത്തത്. കൂടുതൽ അസ്വസ്ഥതയുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളും അനി അങ്ങനെ വലിച്ച് തലയിൽ വെക്കാറില്ല. എന്നാൽ ഇപ്പോൾ യാദൃശ്ചികമായി അനിയുടെ മുൻപിലും അനാമികയെക്കുറിച്ചുള്ള സംശയത്തിന്റെ മതിൽക്കെട്ടുകൾ ഉയരുകയാണ്. അതേക്കുറിച്ചുള്ള ചില വിവരണങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അനിയുടെ വിവാഹം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അനാമികയ്ക്ക് വേണുവും രേവതിയും കൂടി ഒരു പുതിയ കാർ സമ്മാനിച്ചിരുന്നു. അനന്തപുരിയിൽ ചെറുതും വലുതുമായ ധാരാളം വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് അതിനൊപ്പം ഇതുകൂടി വേണ്ട എന്ന് പറഞ്ഞ് അനി അപ്പോൾ തന്നെ അത് നിരസിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് വീട്ടിൽ കിടക്കട്ടെ, ഞാനത് ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണു അത് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ആ വാഹനം ഒറ്റ ദിവസത്തേക്ക് വേണു വാടകയ്ക്കെടുത്തതായിരുന്നുവെന്ന് അനി അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വഴിയിൽ വെച്ച് ആ വാഹനം മറ്റൊരാൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് അനി കാണുകയാണ്. ആ കാഴ്ച ഒരു നിമിഷം അനിയെ ഒന്ന് ഞെട്ടിച്ചു. താൻ ചിന്തിക്കുകയാണ്, ഇത് അനാമികയുടെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്ന കാറാണല്ലോ. അതെ, ആ നമ്പർ തന്നെ, ആ വണ്ടി തന്നെ. പക്ഷേ ഇപ്പോൾ അത് ഓടിച്ചു കൊണ്ടുപോകുന്നത് മറ്റാരോ ആണ്. പെട്ടെന്ന് അനി ആ കാറിനെ തൻ്റെ ബുള്ളറ്റിൽ പിന്തുടരുകയാണ്. അല്പം മുൻപോട്ട് പോയപ്പോഴേക്കും അത് ഡ്രൈവ് ചെയ്തിരുന്നയാൾ ആ കാറ് റോഡ് സൈഡിൽ ഒതുക്കി. അപ്പോഴേക്കും തൊട്ടു പിന്നിൽ അനി തൻ്റെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സാർ, ഈ വണ്ടി സാർ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇതാരാണ് സാറിന് നൽകിയത്? ഈ വണ്ടി എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടേതായിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണോ? അപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ ആരാണ്? ഇത് എൻ്റെ വണ്ടിയാണ്. ഇതിപ്പോൾ ഏകദേശം 1 വർഷത്തിനടുത്താകുന്നു ഞാൻ വാങ്ങിയിട്ട്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയതല്ല, ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ഞാനാണ്. ഷോറൂമിൽ നിന്ന് ഞാൻ പുതുതായി ഇറക്കിയ വണ്ടിയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അനി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് അയാളോട് പറയുകയാണ്, സാർ, എനിക്കൊരു സംശയം തോന്നിയത് കൊണ്ട് ഞാൻ വന്ന് ചോദിച്ചതാണ്. ഇതിൻ്റെ നമ്പരും ഒക്കെ കണ്ടിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ വണ്ടിയായിട്ട് തോന്നി, അതുകൊണ്ടാണ്, സോറി എന്ന് പറഞ്ഞ് തിരികെ പോവുകയാണ്. തുടർന്ന് തൻ്റെ ബൈക്കിലേക്ക് അനി വന്ന് കയറിയിട്ട് ആ കാറിലേക്ക് തന്നെ വീണ്ടും നോക്കിയിരുന്നു കൊണ്ട് മനസ്സിൽ മന്ത്രിക്കുകയാണ്, ഇത് തന്നെയാണ്, ഈ വണ്ടി തന്നെയാണ്, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഈ നമ്പർ തന്നെയായിരുന്നു. എന്താണ് ഇതിൻ്റെ പിൻപിൽ സംഭവിച്ചത്? ഇയാൾ ഇതിൻ്റെ ഫസ്റ്റ് ഓണർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അനാമികയുടെ അച്ഛൻ പുതുതായി വാങ്ങിയതാണെന്ന് പറഞ്ഞാണല്ലോ ഈ വണ്ടി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ പിൻപിൽ സംഭവിച്ചത്? ഒന്നും പിടികിട്ടുന്നില്ല. എന്തായാലും അനാമികയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചേ തീരും. അനി വേഗം വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മുറിയിലേക്ക് ചെന്ന് അനാമികയോട് ചോദിക്കുകയാണ്, എടോ അനാമികയെ, കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എനിക്കൊരു പുതിയ വണ്ടി ഗിഫ്റ്റായി തന്നത് ഓർക്കുന്നില്ലേ? ആ വണ്ടി ഇപ്പോൾ എവിടെയാണുള്ളത്? ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടി.
എന്നിട്ട് അനാമിക പറയുകയാണ്, അല്ല എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും. നിനക്കത് വേണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോഴേ എൻ്റെ അച്ഛൻ അതുമായിട്ട് തിരികെ പോവുകയും ചെയ്തു. ഇപ്പോഴത് എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. ബിസിനസ് സംബന്ധമായി പല ഗോഡൌണുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരുപക്ഷെ ഇട്ടിരിക്കുകയായിരിക്കും. എന്തുപറ്റി, ഇത്രയും നാളും വേണ്ടായിരുന്ന വണ്ടി ഇപ്പോൾ വേണമെന്ന് തോന്നുന്നുണ്ടോ? എന്താ നീ ചോദിക്കാൻ കാരണം? അപ്പോൾ അനി പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഒരത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി ചോദിച്ചതാണ് ആ വണ്ടിക്ക്. സാരമില്ല, ഞാൻ വേണുവെങ്കിലിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയുടെ സ്വസ്ഥത മുഴുവൻ പോയി. വല്ലാത്ത പരിഭ്രമത്തോടെ പെട്ടെന്ന് ഫോൺ എടുത്ത് അനാമിക രേവതിയെ വിളിക്കുകയാണ്. രേവതി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, അമ്മേ അച്ഛൻ എവിടെ? അനാമികയുടെ ചോദ്യം കേട്ടുകൊണ്ട് രേവതി പെട്ടെന്നൊന്ന് പരിഭ്രമത്തിലായി. എന്നിട്ട് രേവതി ചോദിക്കുക, എന്താ മോളെ, എന്തുപറ്റി? നിന്റെ ശബ്ദം കേട്ടിട്ട് തന്നെ ആകപ്പാടെ എന്തോ സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ. അമ്മേ, ഞാനിവിടെ ആകപ്പാടെ പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനിവിടെ കിടന്ന് പരമാവധി പാടുപെടുമ്പോഴാണ് ഓരോരോ പുതിയ കുരിശുകൾ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. മോളെ, എന്താണ് സംഭവിച്ചതെന്ന് നീ പറ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. ഓ, ഒന്നും പറയണ്ട, അച്ഛൻ പത്രാസ് കാണിക്കാൻ വേണ്ടി ഓരോരോ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കും. ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഒടുവിൽ അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ്. കുഞ്ഞെ, നീ ഇങ്ങനെ മുഖവുര പറഞ്ഞുകൊണ്ടിരിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്നോ? പ്രശ്നമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാറ് ഗിഫ്റ്റ് ചെയ്തില്ലേ, ആ വണ്ടി ഇപ്പോൾ എവിടെയാണെന്നാ ചോദിച്ചേ. അത് മോളെ, നിനക്കറിയില്ലേ, അത് നമ്മുടെ വണ്ടി അല്ലായിരുന്നല്ലോ. അത് ഒരു ദിവസത്തേക്ക് നിന്റെ അച്ഛൻ ആരുടെയോ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്ത വണ്ടിയാണ്. അടുത്ത ദിവസം തന്നെ അത് തിരികെ കൊടുക്കുകയും ചെയ്തല്ലോ. അതാരാണ് എവിടെയാണ് കൊണ്ടുപോയതെന്നൊന്നും എനിക്കറിയില്ല. എന്താ മോളെ, എന്തു പറ്റി? അമ്മ, ഇന്ന് അനി എന്നോട് ആ വണ്ടിയെക്കുറിച്ച് ചോദിച്ചു. ആ വണ്ടി തനിക്ക് വേണം എന്നും പറഞ്ഞു. ഞാൻ എവിടെയാണ് എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അനി പറഞ്ഞ്, സാരമില്ല, അച്ഛനോട് ചോദിച്ചോളാമെന്ന്. ഇത് പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും പറയുമ്പോഴേക്കും വേണു അവിടേക്ക് വരുന്നുണ്ട്. എന്താ രേവതി, ആരോടാ നീ സംസാരിക്കുന്നത്? മോളാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വേണു അടുത്തെത്തുമ്പോൾ, അതെ അതെ, അച്ഛനോട് പറയാൻ മോൾക്കൊരു പ്രത്യേക കാര്യമുണ്ട്, ഇന്നാ കേക്ക് എന്ന് പറഞ്ഞ് വേണുവിൻ്റെ കയ്യിലേക്ക് രേവതി ഫോൺ കൊടുക്കുകയാണ്. ഫോൺ വാങ്ങിയിട്ട്, മോളെ എന്തുപറ്റി, എന്താണ് പുതിയ വിശേഷം? അച്ഛാ, ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. ഇവിടെ മിക്ക ആൾക്കാർക്കും എന്നെ സംശയമാണ്. പിന്നെ അനിയുടെ കുടുംബജീവിതം തകർന്നു പോകരുത് എന്ന് മാത്രമുള്ള കാരണത്താലാണ് ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആകെപ്പാടെ മാറി മറിയുകയാണ്. മോളെ, നീ ഈ പറയുന്നത് കേട്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറ. അച്ഛാ, അനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ സംശയമില്ലാതിരുന്നത്. ഇപ്പോൾ അനി കൂടി എന്നെ സംശയിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം അന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്കൊരു കാറ് സമ്മാനമായി നൽകിയില്ലേ, ആ വണ്ടിയാണ് വിഷയം. അതിപ്പോൾ എവിടെയാണ് അച്ഛാ ഉള്ളത്? മോളെ, എന്തു പറ്റിയെന്ന് പറ, കാര്യം എന്താണെന്ന് മനസ്സിലാകട്ടെ. അച്ഛാ, അല്പം മുമ്പ് അനി വന്നിട്ട് ആ വണ്ടി എവിടെയാണ് എന്ന് എന്നോട് ചോദിച്ചു. ആ വണ്ടി എനിക്ക് വേണം പോലും. ഞാൻ അനിയോട് പറഞ്ഞു, എനിക്കറിയില്ല ആ വണ്ടി എവിടെയാണെന്ന്, അച്ഛൻ്റെ കയ്യിലാണ്, അച്ഛൻ എവിടെയോ ഏതെങ്കിലും ഗോഡൌണിൽ വല്ലതും ഇട്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അനി പറയുകയാണ്, ആ വണ്ടി വേണം, അതിനുവേണ്ടി അച്ഛനോട് ചോദിച്ചോളാമെന്ന്. ഇത് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പോഴേക്കും വേണു ആകെ കൂടി ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് പറയുക, അയ്യോ മോളെ, ആ വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ, അത് അതിൻ്റെ യഥാർത്ഥ ഓണറുടെ കയ്യിലാണ്. അപ്പോൾ അച്ഛാ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പരിഹാരം എന്തെങ്കിലും കണ്ടെത്തിയേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാകും. മോളെ, നീ ഒന്ന് സമാധാനമായിരിക്കേ. ആ വണ്ടിയുടെ കീ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നല്ലോ, അവനത് വേണ്ട, അനന്തപുരിയിൽ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഒരു കാര്യം ചെയ്, അത് കേട്ടിട്ട് അച്ഛൻ അത് മറിച്ചു വിറ്റു എന്നങ്ങ് പറഞ്ഞോളാം. എന്തു പറഞ്ഞാലും വേണ്ടില്ല, ഈ പ്രശ്നത്തിലൊന്നും എന്നെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് യാതൊരു സംശയവും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. മോളെ, നീ വിഷമിക്കണ്ട, അച്ഛൻ പരിഹാരമുണ്ടാക്കാം. എന്തായാലും നമ്മൾ കള്ളം പറഞ്ഞുപോയി, ഇനിയിപ്പോൾ ആ കള്ളത്തെ മറയ്ക്കുവാൻ വേണ്ടി പല കള്ളങ്ങൾ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് വേണ്ട പ്രതിവിധി ഞാൻ ചെയ്യാം, നീ ഇപ്പോൾ സമാധാനമായിരിക്കെ എന്ന് പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് അനി ഈ വിഷയവുമായി നേരെ ആദർശിൻ്റെ അരികിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ആദർശിനോട് പറയുകയാണ്, ആദർശേട്ടാ, എൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ അനാമികയുടെ അച്ഛൻ എനിക്കൊരു പുതിയ കാറ് വാങ്ങി തന്നിരുന്നു. ഞാൻ സ്നേഹത്തോടെ അതങ്ങ് നിരസിച്ചതാണ്. കാരണം ഇവിടെ ധാരാളം വണ്ടികൾ ചെറുതും വലുതും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം ഇത് അങ്കിളിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് മടക്കി കൊടുത്തതാണ്. അപ്പോൾ അനാമികയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത്, മോന് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ വണ്ടിയാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി എന്നൊക്കെയായിരുന്നു. എന്നാൽ ആദർശേട്ടാ, ഇപ്പോൾ ഞാൻ പുറത്തു പോയപ്പോൾ ആ വണ്ടി മറ്റൊരാൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു. ആ ആളിനെ എനിക്ക് പരിചയമില്ലായിരുന്നു. എന്നാൽ അയാളോട് ഞാൻ വണ്ടിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് അത് അയാളുടെ വണ്ടിയാണെന്നാണ്. അതുമാത്രവുമല്ല, അയാൾ അത് പുതിയതായി വാങ്ങിയതാണ് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ആകെപ്പാടെ സംശയമായി. അച്ഛനും മോളും കൂടി എന്നെ വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നോ എന്ന്, എന്നെ വെറും വിഡ്ഢിയാക്കുന്നത് പോലെ. അനാമികയെക്കുറിച്ച് ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ അവളെ ഇപ്പോഴെനിക്ക് സംശയിക്കാൻ തോന്നുകയാണ്. അവരോട് വണ്ടി തരാനൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ. അവരുടെ പത്രാസ് കാണിക്കാൻ വേണ്ടി ആരുടെയെങ്കിലും വണ്ടി ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്ത് കൊണ്ടു തന്നതായിരുന്നുവെങ്കിൽ
അതിൻ്റെ പിൻപിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് അവർ ചിന്തിച്ചിരുന്നിട്ടുണ്ടാവുമോ? ആ വണ്ടി എനിക്ക് വേണമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ഇതിൽ കള്ളക്കളി നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആദർശേട്ടന് എൻ്റെ കൂടെ ഒന്ന് വരണം. അനാമികയുടെ അച്ഛനോട് നമുക്ക് നേരിട്ടതൊന്ന് ചോദിക്കണം. അപ്പോൾ ആദർശ് ചിന്തിക്കുകയാണ്, ആകെ കുഴച്ചില്ലായല്ലോ. വേണു ഉടായ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാൾ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി അവിടെ ചെന്ന് ഒടുവിൽ സത്യാവസ്ഥ ഇവൻ അറിയുകയാണെങ്കിൽ അതോടെ ചിലപ്പോൾ അനാമികയെ തന്നെ ഇവൻ പറഞ്ഞുവിടാൻ തയ്യാറാകും. അങ്ങനെ ഒരു കാറിൻ്റെ പേരിൽ അവൻ്റെ കുടുംബജീവിതം തകരരുത്. ഈ ചിന്തയോടെ ആദർശ് പെട്ടെന്ന് പറയുകയാണ്, എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപക്ഷെ നീ ആ വാഹനം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അയാൾ അവിടെ കിടന്ന് തുരുമ്പിക്കണ്ട എന്ന് കരുതി മറച്ചു വിറ്റ് കാണും. ചിലപ്പോൾ അത് നിന്നോട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ആ വിഷയം നീ വിട്ടുകളഞ്ഞേക്ക്, ഇനി സംസാരിക്കാനൊന്നും പോകണ്ട. മാത്രവുമല്ല, അന്ന് നീ വേണ്ടെന്ന് പറഞ്ഞ കാറ് ഇപ്പോൾ അവിടേക്ക് വേണമെന്നും പറഞ്ഞ് ചെന്ന് ചോദിക്കുന്നത് പോലും നാണക്കേടാണ്. നമുക്കാണെങ്കിൽ ഇവിടെ വണ്ടിക്ക് യാതൊരു പഞ്ഞവുമില്ല. അതുകൊണ്ട് നീ അത് വിട്ടുകളഞ്ഞേക്ക്. ഇല്ല ആദർശേട്ടാ, ഇതങ്ങനെ വിട്ടുകളയാൻ കഴിയില്ല. എനിക്ക് വണ്ടി വേണ്ട. പക്ഷെ സത്യം എനിക്കറിയണം. അച്ഛനും മോളും കൂടി എന്നെ ഫൂളാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നോ എന്നെനിക്ക് അറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം. അപ്പോൾ വീണ്ടും ആദർശ് പറയുകയാണ്, എടാ നീ ഒന്ന് സമാധാനപ്പെട്. അങ്ങനെയൊന്നും എടുത്തു ചാടി ചോദിക്കാൻ പോകരുത്. ഒരു കാര്യം ചെയ്യ്, ഞാൻ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് വളരെ കൃത്യമായിട്ട് കാര്യം നിന്നോട് പറയാം. ഇത്രയും പറഞ്ഞ ആദർശ് അനിയെ മടക്കി അയക്കുകയാണ്. എന്നിട്ട് ഉടൻ തന്നെ ഈ വിവരം ആദർശ് നയനയോട് സംസാരിക്കുന്നു. അപ്പോൾ നയന പറയുകയാണ്, അനി സംശയിച്ചതിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും കാറുമായി ഇവിടെ മേനി നടിക്കാൻ വേണ്ടി വന്ന് ശ്രമിച്ചതായിരിക്കും. ഭാഗ്യത്തിന് അനി അത് നിരസിച്ചപ്പോൾ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയാൽ എല്ലാ സത്യാവസ്ഥയും എനിക്ക് ബോധ്യപ്പെടും. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, അത് തന്നെയാണ് ഞാനും നിന്നോട് പറയാൻ വന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിവരം മുത്തശ്ശനോടൊന്ന് സംസാരിക്കാം. മുത്തശ്ശൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രതിവിധി കാണട്ടെ. അങ്ങനെ ഈ വിവരവുമായിട്ട് മുത്തശ്ശൻ്റെ അരികിലേക്ക് ആദർശും നയനയും എത്തുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മുത്തശ്ശൻ പറയുകയാണ്, മോനെ, ജീവിതത്തിൽ ഇതുവരെ സത്യസന്ധത കൈവിടാത്തൊരു മനുഷ്യനാണ് ഞാൻ. കള്ളത്തരത്തിൽ കൂടി കെട്ടിപ്പോക്കുന്നതൊക്കെ അധിക നാളൊന്നും നിലനിൽക്കില്ല. ഇന്നല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാം നിലംപൊത്തും. വേണു ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്ക് മിടുക്കനാണ്. ഇതിലിപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പരിധിക്കപ്പുറം അനിയെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശ, ആ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് ഞാനൊന്ന് അന്വേഷിക്കാം. ആരാണ് അതിൻ്റെ ഓണർ എന്നറിഞ്ഞിട്ട് ഞാൻ മുത്തച്ഛനോട് പറയാം. മുത്തച്ഛൻ അയാളെ നേരിൽ കണ്ട് ഒന്ന് സംസാരിക്കണം കാര്യങ്ങളെക്കുറിച്ച്. എന്നിട്ട് ഈ വണ്ടി അനാമികയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് അയാളോടൊന്ന് പറയാൻ പറഞ്ഞാൽ മാത്രം മതി. തുടർന്ന് ഞാനും അനിയും കൂടി വീണ്ടും അയാളെ പോയെന്ന് കാണാം. മുത്തച്ഛൻ പറയുന്നത് അയാൾ അനുസരിക്കാനാണ് സാധ്യത. അപ്പോൾ വീണ്ടും മുത്തച്ഛൻ പറയുകയാണ്, മോനെ, കാര്യമൊക്കെ ശരിയാണ്. അവൻ്റെ കുടുംബജീവിതം തകർന്നു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. എങ്കിലും ഒരു കള്ളം പറയുവാൻ വേണ്ടി മറ്റൊരാളിനെ പ്രേരിപ്പിക്കുക എന്നുള്ളത് എനിക്കത്ര ശരിയായി തോന്നുന്നില്ല. ഒരുപക്ഷെ നാളെ അനന്തമൂർത്തി ഒരു തെറ്റ് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചു എന്ന് അയാൾ സമൂഹത്തിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് നാണക്കേടാവും. അതുകൊണ്ട് എനിക്കത് പറ്റില്ല. അപ്പോൾ വീണ്ടും ആദർശ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ പോണ്ട. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളൊക്കെ സമാധാനമായി പറഞ്ഞു മനസ്സിലാക്കാം. എന്നിട്ട് വേണുവിൻ്റെ കയ്യിൽ നിന്നും ഈ കാർ വാങ്ങിയതാണ് എന്ന് അനിയോട് പറയുവാൻ വേണ്ടി ഞാൻ അയാളോടൊന്ന് പറയാൻ ശ്രമിക്കാം. അതിനുള്ള അനുവാദം മുത്തശ്ശൻ എനിക്ക് തന്നാൽ മതി. ഇത് കേട്ടിട്ട് മൂർത്തി സാർ ആദർശിന് അതിനുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ അനിയുടെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി റിസ്ക് എടുത്ത് ആദർശ് പോയി ആ കാറുകാരനെ കാണുകയും അയാളോട് സംസാരിക്കുകയും ഒടുവിൽ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അനാമികയും വേണുവും ഒന്നും ഈ കാര്യം അറിയുന്നില്ല. പക്ഷേ ഇവിടം കൊണ്ട് പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. വേണുവിനെയും അനാമികയെയും പ്രശ്നങ്ങൾ വീണ്ടും ചുറ്റി വരികയാണ്. അതിൻ്റെ വിവരണവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം.